ഭഗവാൻ കൃഷ്ണൻ ജാംബവതിയെ വിവാഹം ചെയ്ത കഥ അറിയാമോ? സത്രാജിത്തിന്റെ ഭക്തിയിൽ സംപ്രീതനായ സൂര്യദേവൻ സമന്തകം എന്ന രത്നം സമ്മാനിച്ചു. വശ്യമനോഹരമായ ആ രത്നം ദിവസവും 8 ഭാരം സ്വർണം ഉൽപ്പാദിപ്പിക്കുമെന്നും രത്നം യഥാവിധി പൂജിക്കപ്പെടുന്ന സ്ഥലത്ത് ക്ഷാമം ഒന്നും ഉണ്ടാവില്ല. അതിനാൽ ഈ രത്നം രാജാവിന്റെ അടുത്താണ് സൂക്ഷിക്കപ്പെടേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഇതിന് സത്രാജിത്ത് സമ്മതിച്ചു. ആ ഇടയ്ക്ക് സിമന്തകം ധരിച്ച നായാട്ടിന് പോയ സത്രാജിത്തിന്റെ സഹോദരൻ പ്രസേനൻ ഒരു സിംഹത്തിന്റെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു. രത്നവുമായി കടന്നുകളഞ്ഞ സിംഹത്തെ കൊലപ്പെടുത്തി ജാംബവാൻ സിമന്തകം കൈക്കലാക്കി. പ്രസേനന്റെ തിരോധാനം ചർച്ചയായി. ശ്രീകൃഷ്ണൻ സിമന്തകത്തിനായി പ്രസേനനെ അപായപ്പെടുത്തി എന്നൊരു വാർത്ത നാട്ടിൽ പരന്നു. ഒടുവിൽ പ്രസേനനെ അന്വേഷിച്ചു പോകാൻ തന്നെ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു. കാട്ടിലെത്തിയ കൃഷ്ണൻ പ്രസേനനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവിടെ ഉണ്ടായിരുന്ന കാൽപ്പാടുകൾ പിന്തുടർന്നപ്പോൾ അധികം അകലെയല്ലാതെ ഒരു ഗുഹക്കരികിൽ സിംഹവും ചത്തുകിടക്കുന്നതായി കൃഷ്ണൻ കണ്ടു. സിമന്തകം തേടി കൃഷ്ണൻ ഗുഹയിൽ കയറി. അവിടെ ഒരു കുട്ടി രത്നവുമായി ഇരുന്ന് കളിക്കുന്നത് കണ്ടു. കുട്ടിയിൽ നിന്ന് രത്നം വാങ്ങാനായി അടുത്ത ശ്രീകൃഷ്ണൻ മുന്നിലേക്ക് ഒരു ഭീകര സത്വം ചാടി വീണു. അത് ജാംബവാനായിരുന്നു. കൃഷ്ണനും ജാംബവാനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ഒടുവിൽ ജാംബവാൻ പരാജയപ്പെട്ടു. വന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കിയ ജാംബവാൻ തന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയും രത്നം തിരിച്ച് കൃഷ്ണനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒപ്പം ജാംബവതി എന്ന തന്റെ മകളെയും കൃഷ്ണൻ വിവാഹം ചെയ്തു കൊടുത്തു. രത്നം സത്രാജിത്തിനെ തിരിച്ചേൽപ്പിച്ച് ശ്രീകൃഷ്ണൻ തെറ്റിദ്ധാരണകൾ തിരുത്തി. ഇതുപോലെയുള്ള മഹത്തായ കഥകൾക്കായി ഇതിഹാസ യാത്ര സബ്സ്ക്രൈബ് ചെയ്യും.